അഭയം ഗുരുവേ പ്രപഞ്ചത്തിൻ കൂട്ടുവേ അഖിലം അമികാൽ പാദത്തിൻ കീഴേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമാം അൽ ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ വിജ്ഞാന മേഖലയിലേക്കുള്ള കടന്നുകയറ്റം എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു വിശദമായി ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവും അബുൽ അബ്ബാസ് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിൽ വളരെയേറെ ഒരു ബന്ധമുണ്ടാകുകയും ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു അമിതമായ ഗ്രന്ഥങ്ങൾ വായിച്ച് ഉണ്ടായിത്തീർന്നതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരസ്പര വൈരുദ്ധ്യമായ വിഷയങ്ങളും ഒക്കെ കണ്ട് മനസ്സുമടുത്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട ഇമാം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. കാരണം ഖുത്ബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വമിമ്മാ അൻഅമല്ലാഹു തബാറക വതആല ബിഹി അലയ്യ, എന്റെ മേൽ അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തുകളിൽ പെട്ടതാണ് അന്നഹു തആല അഅതാനിൽ ഫഹ്മ ഫിൽ ഖുർആനിൽ അലീം, പരിശുദ്ധമായ ഖുർആനിൽ ആഴത്തിലുള്ള ഗ്രാഹ്യശക്തി, ഖുർആനിലുള്ള ആശയങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യശക്തി അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. വഹുവ മഖാമുൻ അലീമുൻ കല്ലമൻ അഅതാഹു മിനൽ ഫുഖറായി, അത് മഹത്തായ ഒരു ആത്മീയ സ്ഥാനമായിരുന്നു. അത് സൂഫിയാക്കളിൽ നിന്ന് നൽകപ്പെട്ടവർ വളരെ കുറവാണ്. അത്രയും വലിയ ഉന്നതമായ സ്ഥാനം അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നൽകപ്പെട്ട ആളായിരുന്നു എൻ്റെ ആത്മീയ ഗുരുവായ അലിയുൽ ഖവാസ് തങ്ങളുടെ ഷെയ്ഖായ ഇബ്രാഹിം അൽ മത്ബൂലി റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, അള്ളാഹു എനിക്ക് തന്ന വലിയ നിഅമത്ത് കസ്റത്തു തൗജീഹി വ തഖരീരി ലി ജമീഇ മദാഹിബിൽ മുജ്തഹിദീന, മുജ്തഹിദീങ്ങളുടെ മുഴുവൻ മദ്ഹബുകളെയും വിശദീകരിക്കാനും വിശദീകരിച്ച് അവയുടെ നിലപാടുകൾ സ്ഥാപിച്ച് പറഞ്ഞു കൊടുക്കാനും എനിക്ക് അല്ലാഹു തആല തൗഫീഖ് നിഅമത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. എപ്പോൾ ഹീന തബഹർതു ഫി ഉലൂമിഹിം, മുഴുവൻ മദ്ഹബിന്റെ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാരുടെ ഇൽമുകളിൽ ഞാൻ സമുദ്ര സമാനമായ രീതിയിൽ അറിവ് കരസ്ഥമാക്കിയപ്പോൾ, അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ഞാൻ വിജ്ഞാനം കരസ്ഥമാക്കിയപ്പോൾ, എത്രത്തോളം ഹത്താ കഅന്നി ഫി ഹാലി തഖരീരി ലഹാ വാഹിദു മിൻഹും, അവരുടെ മുഴുവൻ മുജ്തഹിദീങ്ങളായ മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ വിജ്ഞാനങ്ങളെ ഞാൻ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അവരിൽപ്പെട്ട ഒരാളാണോ ഞാൻ എന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രത്തോളം ആഴത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിയിരുന്നു. വറുബ്ബമാ ലന്ന ദാഖിലു അലയ്യ വ അന ഉഖരിറു ഫീ മദ്ഹബി ദാലിക്കൽ ഇമാമി, ഞാൻ ഈ ഇമാമുമാരുടെ മുജ്തഹിദീങ്ങളായ ഇമാമുമാരുടെ മദ്ഹബിനെ ഞാൻ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ അവര് വിചാരിക്കുമായിരുന്നു, അന്നനി ഹനഫിയുൻ, ഞാൻ ഹനഫിയാണോ, ഔ ഹംബലിയുൻ, അതോ ഹംബലിയാണോ, ഔ മാലിക്കിയുൻ, അതോ മാലിക്കിയാണോ എന്ന് വരെ ധരിച്ചു പോകുമായിരുന്നു, തെറ്റിദ്ധരിക്കുമായിരുന്നു. അത്രത്തോളം എല്ലാ മദ്ഹബുകളിലുമുള്ള ആഴത്തിലുള്ള വിജ്ഞാനം എനിക്കുണ്ടായിരുന്നു. വൽഹാലു എത്തരത്തിൽ അന്നനി മുഖല്ലിദുൽ ലിൽ ഇമാമി ഷാഫിഈ, ഞാനാണെങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ഒരാളുമാണ്. പക്ഷെ എൻ്റെ വ്യാഖ്യാനങ്ങളും എൻ്റെ ആഴത്തിലുള്ള പഠനങ്ങളും അതിനെ സ്ഥിരീകരിക്കാനും ഓരോ മദ്ഹബിലുള്ള ആശയങ്ങളെ സ്ഥിരീകരിക്കാനും വിശദീകരിക്കാനുമുള്ള എൻ്റെ കഴിവ് കണ്ടുകൊണ്ട് പലരും ഇയാളെന്താ ഹനഫിയാണോ, ഹംബലിയാണോ, മദ്ഹബ് ഇഞ്ഞതല്ല ഷാഫിയാണോ, മാലിക്കാണോ, എന്താന്നൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമായിരുന്നു. വദാലിക, അതിനുള്ള കാരണം ലിഹാത്തത്തി ബി മുനാസിഇ അഖ്വാലിൽ അഇമ്മത്തി റളിയല്ലാഹു അൻഹു, മുജ്തഹിദീങ്ങളായ ഇമാമുകളുടെ വ്യത്യസ്തമായ അടിസ്ഥാനങ്ങളും വാദങ്ങളും എനിക്ക് സമഗ്രമായിട്ട് അറിയാം എന്നുള്ളതായിരുന്നു അതിന്റെ കാരണം. വത്തിലാഇ അലാ അദില്ലത്തിഹ,
ആ വ്യത്യസ്തമായ അടിസ്ഥാനപരമായ വാദങ്ങൾക്കുള്ളതായ തെളിവുകളും എനിക്ക് എന്ത് ചെയ്യായിരുന്നു, വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാമായിരുന്നു, അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വറുബ്ബമാ ഖാല ബഅദുൽ മുതഹവ്വിരീന, ചില അശ്രദ്ധരായ ആളുകൾ, അതായത് ചില ധൃതി പിടിച്ച ആളുകൾ ആരോപിക്കുമായിരുന്നു, ഇന്ന ഫുലാനൻ ലാ യതഖയ്യദു ബിമദ്ഹബിൻ, ഈ മനുഷ്യൻ, ഇയാള്, ഈ ഷെഹറാനി എന്ത് ചെയ്യാ, ഒരു മദ്ഹബിലും എന്ത് ചെയ്യാ ഉറച്ചു നിൽക്കാത്ത ആളാണ്. എന്തൊക്കെ ഇയാൾ പറഞ്ഞു? ചിലപ്പം ഷാഫിക്കാരുടെ അഭിപ്രായം പറയും, ചിലപ്പോൾ അനഫിയാണെന്ന് തോന്നും, ചിലപ്പോൾ മാലിക്കിയാണെന്ന് തോന്നും. അലാ വജിഹി ദമ്മി വത്തൻഖീസ്, എന്നെ കുറ്റപ്പെടുത്തുകയും താഴ്ത്തിക്കളയുകയും ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുമായിരുന്നു, ഇയാള് ഒരു മദ്ഹബും അംഗീകരിക്കാത്ത ആളാണെന്നൊക്കെ എന്ത് ചെയ്യായിരുന്നു, പറയുമായിരുന്നു. വൽഹാലു, എത്തരത്തിൽ അന്നനി ഇന്നമാ ഉകരിറു മദാഹിബൽ അഇമ്മ, മൊത്തം മുജ്തഹിദീങ്ങളായ മദ്ഹബിന്റെ ഇമാമുകളെ ഞാൻ വിശദീകരിക്കുകയും അതുപോലെ തന്നെ അവരുടെ നിലപാടുകൾ എല്ലാം ഞാൻ സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു. ആ വിഷയത്തിലൊക്കെ ഉള്ള എൻ്റെ അറിവിന്റെ വിശാലത കാരണമായിട്ട് മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഓരോ മദ്ഹബുകളെയും ഞാൻ വിശദീകരിച്ചു കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ ഇയാൾ ഒരു മദ്ഹബിലും നിലനിൽക്കാത്ത ആളാണ് എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുകയും എന്നെ കൊച്ചാക്കുകയും ചെയ്യുമായിരുന്നു. ലാ തഹവ്വുറൻ ഫിദ്ദീനി, അത് മതകാര്യത്തിൽ ധിക്കാരത്തോടുകൂടെ പെരുമാറിയത് കൊണ്ടൊന്നുമല്ല കേട്ടോ അവരങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇതാക്കുന്നത്. അതുപോലെ റുഖ്സി, അതുപോലെ തന്നെ മതത്തിൽ പറയുന്ന ചില വിടുതികൾ ഉണ്ടാവും, ചില ഇളവുകൾ, ആ ഇളവുകളെ മാത്രം ഞാൻ പിൻപറ്റിയത് കൊണ്ടൊന്നല്ല, ഇളവുകളല്ലാതെ കർശനമായി പറഞ്ഞതായ നിയമങ്ങളെയും ഞാൻ പാലിക്കാറുണ്ടായിരുന്നു. ഇതിനൊക്കെ ഉള്ള കാരണം ജനങ്ങൾ ഇന്നെങ്ങനെ ആക്ഷേപിക്കാനും, ഞാനൊരു മദ്ഹബിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ആളല്ല, ഇയാൾ മദ്ഹബിനെ അംഗീകരിക്കാത്ത ആളാണെന്ന് പറയാനുള്ള കാരണം, അന്നി ലമ്മ സന്നഫ്തു കുത്തുബ അദില്ലത്തിൽ മദാഹിബി, മദ്ഹബുകളുടെ മുഴുവൻ തെളിവുകളെയും ശേഖരിച്ചുകൊണ്ട് ഞാൻ ഗ്രന്ഥങ്ങൾ രചിച്ചപ്പോൾ, മദ്ഹബിന്റെ ഇമാമുകൾ ഒരു മസ്അല കൊണ്ടുവരാൻ ഉപയോഗിച്ച തെളിവുകൾ എന്താണ് എന്നുള്ളതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഗ്രന്ഥങ്ങൾ രചിച്ചപ്പോൾ, റഅയ്തു, ഞാൻ മനസ്സിലാക്കി, ജമീഅൽ മുജ്തഹിദീന, എല്ലാ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാരും ലാ യഖ്റുജൂന അനിസ് സുന്നത്തി ഫി ഷൈഇൻ, ഒരു കാര്യത്തിൽ പോലും മുത്തനബിയുടെ സുന്നത്തിൽ നിന്ന് അവർ പുറത്തു പോയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാക്കി. പല അഭിപ്രായങ്ങളും, 100 അഭിപ്രായങ്ങളുണ്ടല്ലോ, 4 മദ്ഹബുകളും കൂടി എടുത്ത് 100 അല്ല, അതിലപ്പുറം എന്നുണ്ട് അഭിപ്രായങ്ങളുണ്ടല്ലോ. പക്ഷെ ഒരു അഭിപ്രായത്തിലും അവർ സുന്നത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അതിനൊക്കെ വ്യക്തമായ തെളിവുകൾ അവർക്കുണ്ട് എന്ന് എന്ത് ചെയ്തു, ഞാൻ മനസ്സിലാക്കി. ഇന്നമാഹും ബൈന മുശദ്ദിദിൻ വ മുഖഫിഫിൻ, അതിൽ അവർ ഇളവുകളുള്ള കർശനമായ സമീപനങ്ങൾ സ്വീകരിച്ചു. രണ്ടും, ചില ഇളവുകളുള്ളതായ സമീപനവും അവർ സ്വീകരിച്ചു, കർശനമായ സമീപനവും അവരെന്ത് ചെയ്തു, സ്വീകരിച്ചു. ഫമിൻഹും മൻ അഖദ തസ്രീഹൽ ഹദീസ് വൽ ഖുർആൻ, അതിൽപ്പെട്ടതാണ് ഹദീസിന്റെയും ഖുർആനിന്റെയും വ്യക്തമായതായ ആശയങ്ങൾ മാത്രം എന്ത് ചെയ്ത് സ്വീകരിച്ച ആളുകൾ, അതിൽ നിന്ന് പ്രത്യക്ഷത്തിൽ വ്യക്തമായ ആശയങ്ങൾ സ്വീകരിച്ചവർ. വമിൻഹും മൻ അഖദ ബിമഫ്ഹൂമിഹാ, ഇനിയെല്ലാ ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്ന ഒരു അർത്ഥം ഉണ്ടാവും, ആ അർത്ഥം സ്വീകരിച്ചുകൊണ്ട് മസ്അല പുറപ്പെടുവിച്ച ആളുകളുണ്ട്. വമിൻഹും മൻ അഖദ ബിമസ്തംബത മിൻഹുമാ, അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നുമുള്ള പ്രത്യക്ഷമായ അർത്ഥവും അതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന അർത്ഥത്തിൽ നിന്നും അവർ നിർഗമിച്ച് എടുത്തതായ ചില വിഷയങ്ങളും സ്വീകരിച്ചുകൊണ്ട് അവർ മസ്അല പുറപ്പെടുവിച്ച ആളുകളുണ്ട്. വമിൻഹും മൻ അഖദ ബിമസ്തംബത മിൻ ദാലികൽ മഫ്ഹൂമി, ഇനി ആ മനസ്സിലാക്കപ്പെടുന്ന അർത്ഥത്തിൽ നിന്ന് അവർ പ്രത്യേകിച്ച് ഗവേഷണം ചെയ്തെടുത്തതായ ചില വിജ്ഞാനങ്ങളും മദ്ഹബുകളിലുണ്ട്. അതുകൊണ്ട് ഫകഅന്ന മദാഹിബഹും, മുജ്തഹിദീങ്ങളായ ആളുകളുടെ മുഴുവൻ മദ്ഹബുകളും മൻസൂജത്തും മിനശ് ശരീഅത്തിൽ മുതഹറ, പരിശുദ്ധമായ ശരീഅത്തിൽ നിന്ന് നെയ്തെടുത്തതാണ്, അതിൽ യാതൊരു തർക്കവും ഇല്ല എന്ന്, ഇങ്ങനെ മുഴുവൻ വിഷയങ്ങളിലും അവഗാഹം തേടി അതിന്റെ തെളിവുകളും അതിന്റെ അപ്പുറത്തുള്ള നിദാന ശാസ്ത്രങ്ങളും എല്ലാം ഞാൻ എന്ത് ചെയ്തു, പഠിച്ചു മനസ്സിലാക്കി. അങ്ങനെ ലമ്മ മന്നല്ലാഹു തആല അലയ്യ ബിത്തബഹുരി ഫീ ഇൽമി ശരീഅ,
ശരീഅത്തിന്റെ വിജ്ഞാനത്തിൽ ആഴത്തിലുള്ള വിജ്ഞാനം ഞാൻ കരസ്ഥമാക്കിയപ്പോൾ, അതിനെ അള്ളാഹു എനിക്ക് അനുഗ്രഹം ചെയ്തു തന്നപ്പോൾ എന്ത് പരിശുദ്ധമായ ശരീഅത്തിന്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും ഞാൻ വായിക്കാനും തുടങ്ങിയപ്പോൾ അതില് ഫിൽ ഖിലാഫിൻ നാസിലി വൽ ആലി താഴ്ന്നതും ഉയർന്നതുമായ അഭിപ്രായങ്ങളുണ്ട്. ശരീഅത്തിന്റെ ഗ്രന്ഥങ്ങളിൽ താഴ്ന്ന അഭിപ്രായങ്ങളുണ്ട്, നല്ല ഉന്നതമായ അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ വ്യാപ്തി എൻ്റെ മുന്നിൽ വിശാലമായി വന്നു. കാരണം നമ്മളിപ്പോ ഒരു മഹല്ലി വായിച്ചു നിൽക്കുക, അതിപ്പോ ഷാഫി മദ്ഹബിലെ ഒരു ചെറിയ ഗ്രന്ഥമാണ് മഹല്ലി. ആ മഹല്ലിയിൽ തന്നെ ഒരു മസ്അലക്ക് എത്ര അഭിപ്രായങ്ങളുണ്ട്, ഒരൊറ്റ മസ്അലക്ക് തന്നെ നമ്മളൊന്ന് വായിച്ചു നോക്കി. എന്നതുപോലെ 4 മദ്ഹബുകളും ഞാൻ വായിച്ചപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുടെ വ്യാപ്തി എന്നിൽ എന്ത് ചെയ്തു, വിശാലമായി വന്നു. അങ്ങനെ സിർതു അത്ലുബു മിൻ നഫ്സി അൽ മുതാബഖത ബിൽ ജിനാനി വൽ ലിസാനി ഫിൽ ഇഅ്തിഖാദിൽ ജാസിം. അങ്ങനെ ഉറച്ച വിശ്വാസം പുലർത്തിക്കൊണ്ട് എൻ്റെ നാവ് കൊണ്ടും എൻ്റെ ഹൃദയം കൊണ്ടും ഞാൻ എന്നെ തന്നെ ഇവർ പറഞ്ഞത് അന്ന സായിറ ഇമ്മത്തിൽ മുസ്ലിമീന അലാ ഹുദം മിർ റബ്ബിഹിം, മുസ്ലിം മുഴുവൻ ഇമാമുകളും അള്ളാഹുവിന്റെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ സന്മാർഗത്തിന്റെ മേലാണ് എന്ന് ഞാൻ എന്നെ തന്നെ നിർബന്ധിക്കാൻ വേണ്ടി തുടങ്ങി. കാരണം പല അഭിപ്രായങ്ങളും ഉണ്ട് കണ്ടപ്പോൾ, ഇതെന്താ ഇങ്ങനെയൊക്കെ വന്നിക്കണ്, ഈ രീതിയൊക്കെ ആയത് എന്തുകൊണ്ടാണ്? ഇവരൊക്കെ ചിലര് പിഴച്ചത് കൊണ്ടാണോ, ചിലർ ശരിയായ വഴിയിൽ നിന്ന് തെറ്റിപ്പോയത് കൊണ്ടാണോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ എന്ത് ചെയ്തു, ഇങ്ങനെ അലട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു തുടങ്ങി. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വരാനും കാരണം എന്താ? ഒരുപാട് അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്നല്ലേ ഇവിടെ ശരിയാവാൻ പാടുള്ളൂ, ബാക്കിയുള്ളതൊന്നും ഇവിടെ ശരിയാകാൻ പാടില്ലല്ലോ. ഈ രീതിക്ക് ആ മദ്ഹബുകളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, താഴ്ന്നതും ഉയർന്നതുമായ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ട് ഞാൻ വായിച്ച് എൻ്റെ തലപുണ്ണായി. അവസാനം എന്ത് ചെയ്യുക, എല്ലാ ഇമാമുകളും എന്ത് ചെയ്യുക, ഈ ഒരു സന്മാർഗത്തിന്റെ വഴിയിലാവൂലല്ലോ. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളല്ലേ വരുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ശരിയായ വഴിയിലാവൂലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയും അവസാനം ഇവർ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് എന്ന് എൻ്റെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ഞാൻ എന്നെ തന്നെ നിർബന്ധിപ്പിച്ചു. അവസാനം ഞാൻ മിസ്റിലെ പണ്ഡിതന്മാരും സൂഫിയാക്കളുടെയും അടുത്തു പോയിട്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ് എന്ന് ഞാൻ അന്വേഷിച്ചു പലരുടെ അടുക്കലും പോയി ചോദിച്ചു. ഫലം യുത്ലിഇനി അഹദും മിൻഹും അലാ വജ്ഹിൻ ജാമിഇൻ, എല്ലാം ഒരുമിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം ഒരാളിൽ നിന്നും എനിക്ക് കിട്ടിയില്ല. എല്ലാം ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തി തരണ്ടേ. ഇഖ്തിലാഫു അയിമ്മത്തി ഖൈറുൽ ഉമ്മ, എൻ്റെ ഇമാമുമാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എൻ്റെ ഉമ്മത്തിന് ഖൈറാണ് എന്ന് പറഞ്ഞെങ്കിലും ഇത് എങ്ങനെ ഖൈറാകണമെന്ന് മനസ്സിലാകണ്ടേ? പരസ്പരം വൈരുദ്ധ്യങ്ങളല്ലേ എല്ലാവരും പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളല്ലേ. അങ്ങനെ പലയിടത്തും ഞാൻ എന്ത് ചെയ്തു ചെന്നു. വസിർതു കുല്ലമാ അജ്മഉ ബൈന ഖൗലൈനി, ഒരു വിഷയത്തിൽ 2 അഭിപ്രായങ്ങളെയോ ഔ മദ്ഹബൈനി ഫീ ബാബിൻ, അല്ലെങ്കിൽ 2 മദ്ഹബുകളെയോ യോജിപ്പിക്കാൻ ഞാൻ തയ്യാറാകുമ്പോഴൊക്കെ യതനാഖദുൽ അംറു അലയ്യ ഫീ ബാബിൻ ആഖറ, എൻ്റെ മേൽ എന്ത് ചെയ്തു, ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യമുള്ളതായിട്ട് എന്ത് ചെയ്യും, എനിക്ക് തോന്നും. 2 മദ്ഹബുകളെ തമ്മിൽ ഞാനൊന്ന് യോജിപ്പിക്കാൻ നോക്കും, അല്ലെങ്കിൽ ഒരു മദ്ഹബിലുള്ള 2 അഭിപ്രായങ്ങളെ ഞാൻ എന്ത് ചെയ്യാം, ഒരു വിഷയത്തിലുള്ള 2 അഭിപ്രായങ്ങളെ എങ്ങനെ യോജിപ്പിക്കാനേ പറ്റുമെന്ന് ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കും. പക്ഷെ ഒന്ന് മറ്റൊന്നിന് വൈരുദ്ധ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ത് ചെയ്യും? ആകെ ഇടങ്ങറായി, ബുദ്ധിമുട്ടായി, വായന കൂടിയതിന്റെ പേരിൽ ഉണ്ടായ ഭവിഷ്യത്താണ് ഇത്. എന്ത് ചെയ്യാൻ പറ്റും? ഫതവജ്ജഹ്തു ഇലല്ലാഹി തആല, ഇനിയൊരു രക്ഷയുള്ളൂ, അള്ളാഹുവിലേക്ക് പരിപൂർണമായി മുന്നിടുക. അങ്ങനെ മഹാനവറുകൾ പറയാം, ഞാൻ അള്ളാഹുവിലേക്ക് പരിപൂർണമായി മുന്നിട്ടപ്പോൾ വസഅൽതു അൻ യജ്മഅനി അലാ അഹദിൻ ഇൻദഹു ഇൽമു ദാലിക, ഇതിനെക്കുറിച്ച് പരിപൂർണമായി അറിയുന്ന ഈ മദ്ഹബിന്റെ ഇമാമുകളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം വൈരുദ്ധ്യമുള്ളതല്ല, എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ് ഇതൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. പരസ്പരം വൈരുദ്ധ്യമുള്ളതായിട്ട് മനസ്സിലാക്കിയാൽ
വെച്ചാൽ ഒരഭിപ്രായത്തെ എന്ത് ചെയ്യുക, ശരിയായ അഭിപ്രായമല്ല എന്ന് തള്ളി ആ ഇമാമിനെ നമുക്ക് തള്ളേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയ എങ്ങനെ ഇത് മനസ്സിലാക്കും എന്നുള്ള രീതിയിൽ ഞാൻ റബ്ബിനോട് എന്ത് ചെയ്തു, ഒരാളെ കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ചോദിച്ചു. അങ്ങനെ ഫമൻ അല്ലാഹു തആല അലയ്യ വതഫല്ലൽ, അല്ലാഹു തആല എനിക്ക് വലിയ നിഅ്മത്ത് നൽകി, അനുഗ്രഹം നൽകി. വഅജാബ സുആലി, എന്റെ ചോദ്യത്തിന് അല്ലാഹുവിനോടുള്ള എന്റെ ദുആക്ക് അല്ലാഹു എനിക്ക് ഉത്തരം നൽകി. വജമഅനി അലാ സയ്യിദിനാ വ മൗലാനാ അബുൽ അബ്ബാസിൽ ഖദർ അലൈഹിസ്സലാം, എന്നെ മൗലാന അബുൽ അബ്ബാസ് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി. വദാലിക ഫീ സനത്തി 31 അത് ഹിജ്റ 881 ബിസത്ഇ ജാമിഇൽ ഖമരി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ അൽ ഖമരി മസ്ജിദിലെ ടെറസിൽ വെച്ച് ബഹുമാനപ്പെട്ട ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമുമായി അള്ളാഹു എന്നെ ഒരുമിച്ച് കൂട്ടി. ഹീന കുന്തു സാക്കിനൻ ഫീഹി, ഞാൻ അവിടെ താമസിക്കുന്ന സന്ദർഭത്തിലാണത്. അങ്ങനെ ഫശഖൗതു ഇലൈഹി ഹാലി, ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ഞാൻ എൻ്റെ അവസ്ഥയെ പരാതിയായി ബോധിപ്പിച്ചു. ഇങ്ങനെയാണ് ഉള്ളത്, വല്ലാത്ത അടങ്ങറിലാണ്, പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടാണ് മദ്ഹബിന്റെ ഇമാമികളുടെ ഓരോ അഭിപ്രായങ്ങളും എനിക്ക് തോന്നുന്നത്, എന്ത് ചെയ്യും? ഫഖുൽതു ലഹു, ഞാൻ അങ്ങനെ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഉരീദു അൻ തുഅല്ലിമനി യാ നബിയല്ലാഹ്, അള്ളാഹുവിന്റെ നബിയായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമേ, എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. മീസാനൻ അജ്മഉ ബിഹാ ബൈന മദാഹിബിൽ മുജ്തഹിദീന വ മുഖല്ലിദീഹിം, മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാരുടെ മദ്ഹബുകളും അവരെ അനുകരിക്കുന്ന മറ്റ് ഇമാമീങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇടയിലും ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ പരസ്പരം യോജിപ്പിക്കാൻ കഴിയുന്ന ഒരു മാനദണ്ഡം, മീസാൻ എനിക്ക് പറഞ്ഞു തരണം. കണ്ടോ, എനിക്കൊരു തുലാസ് കാണിച്ചു തരണം, സമമായി നിർത്താൻ പറ്റിയ. അങ്ങനെ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചുകൊണ്ട് ഖിദർ അലൈഹി സ്വലാം അതിനുള്ള മാനദണ്ഡം പറഞ്ഞു കൊടുത്ത ആ മാനദണ്ഡങ്ങളെ ഒരുമിച്ച് കൂട്ടിയ ഗ്രന്ഥമാണ് അൽ മീസാനുൽ ഖദരിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അൽ മീസാനുൽ ഖദരിയ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഇമാം ഖുത്ബ് ഷഅറാനിയുടെ ഈ ഗ്രന്ഥം. കണ്ടോ, അങ്ങനെ മാനദണ്ഡം എനിക്ക് അത് മുഴുവനും എന്ത് ചെയ്യുക, ശരീഅത്തിന്റെ പരിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള മാനദണ്ഡവും എനിക്ക് പറഞ്ഞു തരണം. മദ്ഹബിന്റെ ഇമാമുകളുടെ അഭിപ്രായവും അവരുടെ അനുകരിക്കുന്ന മറ്റും ഇമാമിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുക, പരസ്പരം വൈരുദ്ധ്യമില്ല എന്നത് ശരീഅത്തിലേക്ക് എങ്ങനെ എന്ത് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ശരീഅത്തിന്റെ ഉള്ളിലാണ് എന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഇതിനൊരു മാനദണ്ഡം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഇമാം ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, അൽക്കി സമഅക, നീ ശ്രവണ ശക്തി സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണം ഞാൻ പറയുന്നത്. വഫ്തഹ് ഐന ഖൽബിക, നിന്റെ ഹൃദയത്തിന്റെ കണ്ണ് നീ എന്ത് ചെയ്യണം, തുറക്കണം എന്ന് പറഞ്ഞു. ഫഖുൽതു ലഹു, അപ്പൊ ഞാൻ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ആയിക്കോട്ടെ ചെയ്തോളാം. എന്നാ കേട്ടോ മോനെ, യഅലം യാ വലദി, ഓ എന്റെ മോനെ, അന്ന ശരീഅത്തുൽ മുതഹറത ഖദ് ജാഅത് മിൻ ഹൈസുൽ അംറു വന്നഹി, പരിശുദ്ധമായ ശരീഅത്ത് കൽപ്പനാ നിരോധന എന്ന ഭാഗത്തിലൂടെ വന്നതാണ്. ഈ രണ്ടെണ്ണാണ് കൽപ്പനാ നിരോധന. അത് അലാ മർത്തബത്തൈനി, 2 നിലകളിലാണുള്ളത്. അതിൽ ഒന്ന് തഖ്ഫീഫുൻ വ തശ്ദീദുൻ, ഒന്ന് ലഘുവായതും വ തശ്ദീദുൻ, മറ്റൊന്ന് കർശനമായതുമാണ്. ലാ അലാ മർത്തബത്തിൻ വാഹിദ, ഒരേ ഒരു നിലയിലല്ല അത് വന്നിട്ടുള്ളത്. എല്ലാം കർശനമായിട്ടല്ല വന്നിട്ടുള്ളത്, എല്ലാം ലഘുവായിട്ടുമല്ല വന്നിട്ടുള്ളത്. പരിശുദ്ധമായ ശരീഅത്തിൽ വന്ന കൽപ്പനകളും നിരോധനകളും 2 നിലകളിലാണ് വന്നിട്ടുള്ളത്. അത് ഒരേ നിലയിലല്ല. കമാ യദുന്നുഹു വാലിബുന്നാസ്, ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഇത് ഒരേ രീതിക്കാണ്, കർശനമാണ് എന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് ആ രീതിക്കല്ല. അതിൽ കർശനപരമായതായ നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ ലഘുവായതായ നിയമങ്ങളുണ്ട്. വലികുല്ലിൻ മിനൽ മർത്തബത്തൈനി, ഈ 2 നിലകളിൽ ഓരോന്നിനും റിജാലും ഫി ഹാലി മുബാശറതിഹിം ലിത്തക്ലീഫ്, ശരീഅത്തിന്റെ ബാധ്യതകൾ നിർവഹിക്കുന്ന അവസ്ഥയിലുള്ള ആളുകളും ഉണ്ട്. ഈ 2 നിലകളിലുള്ള ഒന്നിലും അതിൽ ലഘുവായ ശരീഅത്തിന്റെ നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ കർശനമായതും ഉണ്ട്. ഫമൻ ഖവിയ മിൻഹും ഖൂതിബ ബിൽ അസീമത്തി വത്തശ്ദീദി, അതിൽ നിന്ന് ശക്തരായ കഴിവുള്ള ആളുകൾ ഖൂതിബ ബിൽ അസീമത്തി വത്തശ്ദീദി, കർശനമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും, അവരോട് കർശനമായ നിലപാട് സ്വീകരിക്കും. അൽ വാരിദി ഫി ശരീഅത്തി സരീഹൻ, അത് ശരീഅത്തിൽ വ്യക്തമായി വന്നത് തന്നെയാണ്.
അല്ലെങ്കിൽ അവിൽ മുസ്തംബത്തി മിൻഹാ ഫീ മദ്ഹബിഹി, അല്ലെങ്കിൽ ആ മദ്ഹബിൽ ആ ശരീഅത്തിൽ വന്നതായ വിഷയത്തിൽ നിന്ന് അവർ ഗവേഷണം ചെയ്തെടുത്തതായ നിയമങ്ങളാണ്. അല്ലെങ്കിൽ ആ മദ്ഹബ് അല്ലാത്തതില് ഒന്നിരിക്കൽ ശരീഅത്തിൽ ഹദീസിൽ വ്യക്തമായി വന്ന കർശനപരമായ നിയമമായിരിക്കും. അത് കഴിവുള്ള ആളുകൾക്ക് ആ രീതിക്കാണ് അവരോട് എന്ത് ചെയ്തിട്ടുള്ളത്, ഇസ്ലാം ശരീഅത്ത് സംസാരിച്ചിട്ടുള്ളത്. വമൻ ലഉഫ മിൻഹും, ഇനി അവരിൽ നിന്ന് ബലഹീനരായ ആളുകളാണെങ്കിലോ ഖൂതിബ ബിർറുഖ്സതി, അവരോട് ശരീഅത്ത് അനുസരിക്കുന്ന ഇളവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ഒരു ഉദാഹരണം, യാത്രയില് നമുക്ക് ജമ്മും കസറും ആക്കാം. അത് യാത്രയിൽ നൽകിയ ഒരു ഇളവാണ്. എന്നാ യാത്രയിൽ ജമ്മും കസറും ആക്കാത്ത അത്യുന്നതരായ ആളുകൾ അവരെ അസീമത്ത് കൊണ്ട് എന്ത് ചെയ്യും, മുറുകെ പിടിക്കും. അതിനും തെറ്റില്ല. അത് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്. ലാ ഇന്നല്ലാഹ ലാ യുരീദു ബിക്കുമുൽ ഉസ്ര, അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൊണ്ട് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സാഹചര്യത്തിനും നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ തോക്കത്തിനും അനുസരിച്ച് അള്ളാഹു നിയമങ്ങളെ ലഘൂകരിക്കേണ്ടടുത്ത് ലഘൂകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശക്തിപ്പെടുത്തേണ്ട സ്ഥലത്ത് ശക്തിപ്പെടുത്തിയിട്ടും ഉണ്ട്. അതുകൊണ്ട് ഫലായു ഉമറുൽ ഖവിയ്യു ബിൻ നുസൂലി ഇലാ മർതബത്തി റുഖ്സ, ഏറ്റവും ശക്തനായ കഴിവുള്ള ഒരാളോട് എന്ത് ചെയ്യുക, ശരീഅത്തിന്റെ ഇളവിന്റെ മർത്തബയിലേക്ക്, സ്ഥാനത്തിലേക്ക് ഇറങ്ങി വരാൻ ഒരിക്കലും കൽപ്പിക്കപ്പെടൂല. മഅ ഖുദ്റത്തിഹി അലാ ഫിഅലിൽ അസീമ, അവനിക്ക് ആ കർശനമായതായ നിയമം പാലിക്കാൻ കഴിവുള്ളതിനോടുകൂടെ തന്നെ. അതുപോലെ ബലഹീനനായ ഒരാളോട് ശരീഅത്ത് കൽപ്പിക്കുന്നില്ല ബിസ്ഉദി ഇലാ മർതബത്തിൽ അസീമ, അതുപോലെ തന്നെ കർശനപരമായ സ്ഥാനത്തേക്ക് കയറണം എന്നും കൽപ്പിക്കുന്നില്ല. മഅ അജ്സി അൻഹാ, അതവന് ചെയ്യാതിരിക്കാൻ പറ്റാത്തതോടുകൂടെ. അതുകൊണ്ട് ഫൽ മർത്തബത്താനി, ഈ രണ്ട് നിലകളും അല തർതീബിൽ വുജൂദിയ്യ ലാ അല തഖ്യീർ, തിരഞ്ഞെടുത്തതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഓരോരുത്തരുടെ നിലവിലെ അവസ്ഥകളും ശേഷികളും അനുസരിച്ചുകൊണ്ട് ക്രമപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഫഇയ്യാക യാ വലദി, ഓ എന്റെ മോനെ ഷെഹറാനി, വൽ ഗലത, തെറ്റിദ്ധരിക്കുന്നതിനെ നീ സൂക്ഷിക്കണം. ഫംതഹിൻ ബിഹാദിഹിൽ മീസാൻ, ഈ പറയുന്ന മാനദണ്ഡം അനുസരിച്ച് നീ ശരീഅത്തിനെ വിലയിരുത്തണം. ജമീഅൽ ആയാത്തി വൽ അഖ്ബാർ, മുഴുവൻ ആയത്തുകളെയും മുഴുവൻ ഹദീസുകളെയും ഈ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് നീ വിലയിരുത്തിയാൽ മതി. അതിൽ രണ്ട് നിലപാടുകളുണ്ട്, രണ്ട് നിലകളുണ്ട്. ലഘുവായതുണ്ട്, കർശനപരമായതുണ്ട്. വമം ബന അലൈഹാ മിൻ അഖ്വാലിൽ മുജ്തഹിദീന വ മുഖല്ലിദീഹിം, മുജ്തഹിദീങ്ങളുടെ വാക്കുകളും മുജ്തഹിദീങ്ങളെ അനുകരിക്കുന്ന ആളുകളുടെ വാക്കുകളും മുഴുവനും ഇതിന്റെ മേൽ എന്ത് ചെയ്തതാണ്, എടുക്കപ്പെട്ടതാണ്. എന്നാൽ തജിദുഹ കുല്ലുഹ ലാ തഖ്റുജു അൻ ഹാതൈനിൽ മർതബത്തൈനില്ലത്തി, ഈ രണ്ട് നിലപാടുകളിൽ നിന്ന് നീ രീതിക്ക് മനസ്സിലാക്കിയാൽ, ഈ ഒരു മാനദണ്ഡം വെച്ച് മനസ്സിലാക്കിയാൽ, ഈ രണ്ട് അവസ്ഥകളിൽ നിന്ന് മുജ്തഹിദീങ്ങളുടെ വാക്കുകളോ മുജ്തഹിദീങ്ങളെ അനുകരിക്കുന്നവരുടെ വാക്കുകളോ പുറത്തു പോകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഫമൻ തഹഖഖ ബിമഅരിഫത്തി ഹാദൽ മീസാൻ, ഈ മാനദണ്ഡം അനുസരിച്ച്, ഈ മാനദണ്ഡത്തെ കുറിച്ച് യഥാർത്ഥമായി അറിവ് നേടിയ ഒരാൾ, ലം യുഖ്രിജ് ഖൗലൻ മിൻ അഖ്വാലിൽ മുജ്തഹിദീന വ മുഖല്ലിദീഹിം, മുജ്തഹിദീങ്ങളുടെ വാക്കുകളോ മുജ്തഹിദീങ്ങളെ അനുകരിക്കുന്നവരുടെ വാക്കുകളോ ഒരിക്കലും ശരീഅത്തിൽ നിന്ന് ഒരു കാലവും പുറത്തുപോയിട്ടില്ല എന്ന് മനസ്സിലാക്കാം എന്ന് ഇമാം ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഈ വാക്ക് ലാ യഖ്ലു മിൻ അൻ യകൂന മായിലൻ ഇല തഖ്ഫീഫി ഔ ഇല തശ്ദീദി, അത് കർശനതയിലേക്കോ അല്ലെങ്കിൽ ലഘുവായതിലേക്കോ ചായുക എന്ന രണ്ട് നിലപാടുകളിൽ നിന്ന് ഒരിക്കലും മുജ്തഹിദീങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു പോകൂല. കണ്ടോ? നേരെ മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കലാമില് ഒരിക്കലും പരസ്പരം വൈരുദ്ധ്യമായത് ഉണ്ട് എന്ന് വിശ്വസിക്കാനേ പാടില്ല. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല മറന്നു പോകുന്ന ആളുകളിൽ നിന്നല്ലാതെ അങ്ങനെ സംഭവിക്കൂല പരസ്പരം വൈരുദ്ധ്യമായത്. അള്ളാഹ്ക്ക് മറവിയുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിലും എന്തില്ല, ഒരിക്കലും പരസ്പരം വൈരുദ്ധ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറവി എന്നുള്ളതിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ആളാണ്. കാരണം സനുഖ്രിഉക ഫലാ തൻസാ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരുന്നത് ഒരിക്കലും നബിയെ നിങ്ങൾ മറക്കൂല എന്ന് ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറയുന്നുണ്ട്. കണ്ടോ?
അതുകൊണ്ട് എന്നാൽ അമ്മാ കലാമുൽ മുജ്തഹിദീന, മുജ്തഹിദീങ്ങളുടെ സംസാരങ്ങളോ അഭിപ്രായങ്ങളോ ലൈസ ഫീഹി കദാലിക തനാഖുദുൻ, ഇപ്രകാരം തന്നെ പരസ്പരം വൈരുദ്ധ്യമില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കണം. കാരണം ലിഅന്ന കുല്ല ഖൗലിൻ യഖൂലുഹു അഹദുഹും, മുജ്തഹിദീങ്ങളിൽ നിന്ന് ഓരോരുത്തരും പറയുന്ന ഓരോ വാക്കും ഇന്നമാ ഹുവ ബിഇജ്തിഹാദിൻ, അത് അവരുടെ ഗവേഷണത്തിലൂടെ അവർ ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് ഫൈദ ഖാല ഖൗലൻ, അവർ ആദ്യം ഒരു അഭിപ്രായം പറയുകയും സുമ്മ ഖാല ഖൗലൻ ആഖറ യതനാഖദുഹു, അതിന് വൈരുദ്ധ്യമായ മറ്റൊരഭിപ്രായം പിന്നീട് പറയുകയും ചെയ്താൽ ഫഹുവ ദലീലുൻ അലാ റുജൂഇഹി അനിൽ അവ്വൽ, അതിൽ ആ മുജ്തഹിദ് പിൻവാങ്ങിയതിന്റെ അടയാളമാണ് എന്ന് മനസ്സിലാക്കണം. ആദ്യത്തെ അഭിപ്രായത്തിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. രണ്ടാമതൊരു അഭിപ്രായമാണ് അദ്ദേഹം മുറുകെ പിടിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഏതുപോലെ ഫഹുവക്കൽ ഹദീസിൽ ലദീ നുസിഖ, അത് റദ്ദാക്കപ്പെട്ട ഹദീസ് പോലെയാണ്. ഫലാഖിറു ഹുവല്ലദീ യകൂനുൽ അമലു ബി, രണ്ടാമത് പറഞ്ഞതായ ഹദീസ് കൊണ്ടാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്? അമൽ ചെയ്യേണ്ടത്. ഫൈൻ സബത ലഹു ഖൗലാനി, അതുകൊണ്ട് രണ്ട് കൗലും ഒരുമിച്ച് സ്ഥിരപ്പെട്ടു നിൽക്കുക. ആദ്യം ഒരു വാക്ക് പറഞ്ഞു, ഷാഫി ഇമാമിന്റെ ഖദീമ പിന്നെ ജദീദായ കൗലുണ്ട്, ഷാഫി ഇമാമിന്റെ ഖദീമായ കൗലുണ്ട് എന്ന് പറയലില്ലേ? ഇങ്ങനെ രണ്ട് കൗലുണ്ടെങ്കിൽ ഫല്യം യർജി അൻഹുമാ അമലൽ മുഖല്ലദി ബിഹാദാ താറത്തൻ വബിഹാദാ താറത്തൻ, അവൻ ആ രണ്ടിൽ നിന്നോട്ട് രണ്ടും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. മറിച്ച് മുഖല്ലിദ് എന്ത് ചെയ്യണം? അവനക്ക് പറ്റിയ സന്ദർഭത്തിൽ എന്ത് ചെയ്യുക? ആദ്യം പറഞ്ഞത് കൊണ്ട് അമൽ ചെയ്യാം. ആദ്യത്തത് രണ്ടാമത് പറഞ്ഞത് കൊണ്ട് ഒഴിവാക്കപ്പെടുന്നില്ല എങ്കിൽ ആദ്യത്തത് കൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് അമൽ ചെയ്യാം, രണ്ടാമത്തോ കൊണ്ടും എന്ത് ചെയ്യാം? അമൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതിനെ മുഴുവനും ബഹുമാനപ്പെട്ട ഷൈറാനി ഇമാമിനിക്ക് ഖിളിർ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട് പറഞ്ഞിട്ട് കണ്ട് ജംഅ ചെയ്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് ഇത് ശരീഅത്തിൽ നിന്ന് ഒരു നിലക്കും പുറത്തു പോകുന്നില്ല, ഇതൊന്നും പരസ്പരം വൈരുദ്ധ്യമല്ല, ഒരേ കേന്ദ്രത്തിൽ നിന്ന് വന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങളായി മാത്രം അത് മനുഷ്യന്മാരുടെ രണ്ട് നിലപാടുകൾക്കനുസരിച്ച് വന്നതാണ് എന്ന് മനസ്സിലാക്കിയ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കിയിട്ട് കൊടുത്തപ്പോ ഷൈറാനി ഇമാമ് പറഞ്ഞു, ഫമത്തൊരീഖു ഇലാ ദൗഖി ഹാദൽ മീസാനി മിൻ ത്വരീഖിൽ കശ്ഫി വൽ ഇയാൻ, ഇത്രയും കാലം ഞാൻ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ മുഴുവനും ഞാൻ വായനയിലൂടെ നേടിയെടുത്തതാണ്, വായിച്ചിട്ട് നേടിയെടുത്തതാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും എൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പര വൈരുദ്ധ്യങ്ങളും എൻ്റെ മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ അലട്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടും പ്രയാസവും ഞാൻ ഇങ്ങനെ അനുഭവിക്കുകയാണ്. എന്താണ് ഇമാമിങ്ങൾ ഇങ്ങനെ, എന്താണ് ഇങ്ങനെ പരസ്പരം വൈരുദ്ധ്യങ്ങൾ പറഞ്ഞ സംസാരവുമായി മുജ്തഹിദീങ്ങളായ ആളുകൾ പോയത് എന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ട് ഈ രീതിക്ക് തല പുണ്ണായപ്പോൾ ജമ്മാക്കി പരസ്പരം ഒരുമിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഖിളിർ അലൈഹി സ്വലാത്തു വസ്സലാമെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ നേരിട്ടുള്ള ആത്മീയ ദർശനത്തിലൂടെയും കശ്ഫ് മുഖേനയും ഈ ഒരു മാനദണ്ഡത്തെ അനുഭവിച്ചറിയാനുള്ള മാർഗം എന്താണ്? പോയിന്റ്, ഇത് അനുഭവിച്ചറിയാനുള്ള മാർഗം എന്താണ്? ഫഖാല, അപ്പ പറഞ്ഞു, അന്തസുലുക ത്വരീഖ റിയാദത്തി അലാ യദി ശൈഖിൻ സ്വാദിഖിൻ, സത്യസന്ധനായ ഒരു ശൈഖിന്റെ കയ്യിലൂടെ ആത്മീയ പരിശീലനത്തിന്റെ മാർഗം സ്വീകരിക്കലാണ് മോനെ. ആരാ പറയുന്നത്? ഇമാമുൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ ഇമാമായ ഇമാം അബുൽ അബ്ബാസ് ഖിളിർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കാണ്, ഒരു ഷെയ്ഖിനെ സ്വീകരിക്കലാണ് അതിൽ ഏറ്റവും നല്ലത്. എന്നാ ഹത്താ തമസ്സക ജമീഅ ഹുജുബിക, നിന്റെ മുഴുവൻ മറകളെയും അദ്ദേഹം നീക്കിക്കളഞ്ഞ് പിച്ചി ചീന്തി മനസ്സിലാക്കിയിട്ട് ഇതിന്റെ യഥാർത്ഥ വശം നിന്നെ അനുഭവിപ്പിക്കും. ശരീഅത്തിന്റെ ആദ്യത്തെ ഉറവിടത്തിനു മുന്നിൽ നിന്നെ അദ്ദേഹം എത്തിക്കും. ശരീഅത്തിന്റെ ആദ്യ ഉറവിടത്തിൽ നിന്നാണ് ഇതൊക്കെ പോന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കിയ ഇതൊന്നും പരസ്പരം വൈരുദ്ധ്യമുള്ളതാണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഒരു വൈരുദ്ധ്യമില്ല എന്നേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ആദ്യത്തെ ഉറവിടത്തിലേക്ക് നിന്റെ ഷെയ്ഖ് ആത്മീയ ഗുരു നിന്നെന്ത് ചെയ്യും? കൊണ്ടുപോകും. അല്ലത്തി യതഫറഉ അൻഹാ കുല്ലു ഖൗലിൻ മിൻ അഖ്വാലി ഉലമായിഹാ, മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാരുടെ വ്യത്യസ്തമായ മുഴുവൻ വാക്കുകളിൽപ്പെട്ട അഭിപ്രായങ്ങളിൽപ്പെട്ട ഓരോ അഭിപ്രായവും ആ ശരീഅത്തിന്റെ ആദ്യ ഉറവിടത്തിൽ നിന്ന് ശാഖകളായി മാറി വന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനൊരു ആത്മീയ ഗുരുവിന് എന്ത് ചെയ്യുക? പിടിക്കണം എന്ന് ഖിളിർ അലൈഹി സ്വലാത്തു വസ്സലാം ഷൈറാനി ഇമാമിന് പറഞ്ഞു കൊടുത്തപ്പോ ഷൈറാനി ഇമാം പറഞ്ഞു, ലാ അജിദു അഹദൻ അലമു മിൻകും, നിങ്ങളെക്കാളും വലിയൊരു അറിവുള്ള ഒരാളെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം മിസ്റിലെ ഉലമാക്കളെടുത്തും സൂഫിയാക്കളെടുത്തും പലയിടത്തും പോയി. പക്ഷെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യുക? ഒരു ഏകോപനപരമായ രീതിയിൽ ഇതിനെന്ത് ചെയ്തില്ല, ഒരു മറുപടി എന്ത് ചെയ്തിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല, ഇപ്പൊ നിങ്ങളെടുത്ത് നിന്നല്ലേ കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പൊ ഖിളിർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാത്തിയതക്ക,
നിന്റെ കൈ നീട്ട്, വഗമ്മിദ് ഐനക, നിന്റെ 2 കണ്ണടച്ചോ, ഫസാറ ബി ഫിൽ ഗൈബി, ആ സമയത്ത് അദൃശ്യ ലോകത്തിലൂടെ ബഹുമാനപ്പെട്ട ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ കൊണ്ടുപോയി. ഇതുവരെ കാണാത്ത ലോകങ്ങൾ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് കാണിച്ചു തന്നു. ഹത്താ ഔഖഫനി അലാ ഐനി ശരീഅത്തിൽ മുതഹറ, അങ്ങനെ പരിശുദ്ധമായ ശരീഅത്തിന്റെ ഉറവിടത്തിന്റെ മേൽ എന്നെ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടെത്തിച്ചു. ഇവിടെ നിന്നാണ് മോനെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിന്റെ അപ്പുറത്തുനിന്ന് ഒരു അഭിപ്രായവും പുറത്തേക്ക് എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. ഫറഅയ്തു ജമീഅൽ മദാഹിബി, അങ്ങനെ മദ്ഹബിന്റെ മുഴുവൻ മദ്ഹബുകളെയും ഞാൻ കണ്ടു. വഖ്വാല ഉലമാഇഹ, മുഴുവൻ മദ്ഹബിന്റെ ഇമാമുകളുടെ ഉലമാക്കളുടെ അഭിപ്രായങ്ങളും ഞാൻ കണ്ടു. മുത്തസിലത്തൻ ബിഹ, ഈ ശരീഅത്തിന്റെ ആദ്യ ഉറവിടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. വലം അറ മദ്ഹബൻ ഔലാ ബിശ്ശരീഅത്തി മിൻ മദ്ഹബിൻ, ഒരു മദ്ഹബും മറ്റൊരു മദ്ഹബിനേക്കാൾ ശരീഅത്തുമായി കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു അങ്ങനൊന്നുമില്ല, എല്ലാം ഒരുപോലെയാണ് എന്നെനിക്ക് മനസ്സിലായി. വാരിംതു, ഞാൻ മനസ്സിലാക്കി, അന്ന കുല്ല മുജ്തഹിദിൻ മുസീബുൻ, എല്ലാ മുജ്തഹിദീങ്ങളും ശരിയായ നിലപാടെടുത്തവരാണ്. അങ്ങനെ വറജഅതു അൻ ഇഅ്തിഖാദി, എന്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ മടങ്ങി. അന്നൽ മുസീബ മിനൽ മുജ്തഹിദീന വാഹിദുൻ, മുജ്തഹിദീങ്ങളുടെയും നിലപാടുകൾ ഒന്നാണ് എന്നെനിക്ക് മനസ്സിലായി. ലാ ബിഐനിഹി അല്ലദീ കുന്തു അഅ്തഖിദുഹു ഖബല വുസൂലി ഇലാ ശുഹൂദിൽ ഐനിൽ ഊലാ ലിശ്ശരീഅത്തി, ശരീഅത്തിന്റെ ആദ്യ ഉറവിടം ബഹുമാനപ്പെട്ട ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ ദർശിക്കുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കി വെച്ച മുഴുവൻ തെറ്റായ ധാരണകളും ശരീഅത്തിന്റെ ആദ്യ ഉറവിടം എനിക്ക് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം കാണിപ്പിച്ചു തരലോടുകൂടെ എനിക്ക് എല്ലാം ബോധ്യമായി. ആ ബോധ്യമായ അടിസ്ഥാനത്തിൽ ശരീഅത്തിന്റെ ആദ്യ ഉറവിടത്തിൽ നിന്ന് മുജ്തഹിദീങ്ങളുടെ ഒരു അഭിപ്രായം പോലും പുറത്തു പോകുന്നില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഈ സംഗതി ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു കൊടുത്തപ്പോ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫലമ്മ അഖ്ബർതുഹു ബിദാലിക, ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ ശരിയായ വശം മനസ്സിലായി എന്ന് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ സർറ അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷഭരിതനായി. എന്നിട്ട് പറഞ്ഞു, അറഫ്ത, നീ മനസ്സിലാക്കിയത്, ഫൽസം, എന്ത് ചെയ്യുക, നീ മുറുകെ പിടിച്ചോ എന്ന് പറഞ്ഞു. ഈ രീതിക്കാണ് പോകേണ്ടത്. അതോടൊപ്പം നീ ഒരു ആത്മീയ ഗുരുവിനെ കണ്ടെത്തുകയും ചെയ്താളെ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഷഅറാനി ഇമാമിന് വസിയ്യത്ത് ചെയ്തു കൊടുത്തിട്ട് ഷഅറാനി ഇമാമ് പിന്നെ പോയത് ആരുടെ അടുത്തേക്കാണ്? അതാണ് നമ്മളുടെ അടുത്ത ക്ലാസിന്റെ ചർച്ച. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.